ചോദ്യം. ദിവസങ്ങളിലൊന്നിൻ്റെ പേരുള്ള ഖുർആനിലെ അദ്ധ്യായം. ഉത്തരം സൂറത്തുൽ ജുമഅ. ചോദ്യം. സൂറത്തു സുലൈമാൻ എന്നറിയപ്പെടുന്ന അദ്ധ്യായം. ഉത്തരം സൂറത്തുൻ നംല്. ചോദ്യം. 1000 സൂക്തത്തിന് തുല്യമായ അദ്ധ്യായം. ഉത്തരം സൂറ അൽഹാകുമുത്തകാസുർ. ചോദ്യം. ഖുർആനിലെ ഏറ്റവും വലിയ പദം. ഉത്തരം ഫഅസ്ഖൈനാകുമോ. ചോദ്യം. ഖുർആനിലെ ഏറ്റവും കുറവുള്ള അക്ഷരം. ഉത്തരം വാ. ചോദ്യം. ഖുർആനിൽ അറബി അക്ഷരം മുഴുവൻ ഉൾക്കൊള്ളുന്ന 2 സൂക്തങ്ങളുണ്ട്. അവ ഏത്? ഉത്തരം സൂറത്ത് ആൽ ഇമ്രാനിലെ 154 ആയത്തും സൂറത്തുൽ ഫതഹിലെ 29 ആയത്തും. ചോദ്യം. ബനു ഇസ്രായേൽ എന്നറിയപ്പെടുന്ന സൂറത്ത്. ഉത്തരം സൂറത്തുൽ ഇസ്രാ. ചോദ്യം. ഖുർആനിൽ പറയപ്പെട്ട ആഴ്ചകളിലെ 2 ദിവസം ഏത്? ഉത്തരം വെള്ളി, ശനി. ചോദ്യം. 40 തവണ ഖുൽ എന്ന പദം ആവർത്തിച്ച അദ്ധ്യായം. ഉത്തരം സൂറത്തുൽ അൻആം. ചോദ്യം. മക്കിയായ സൂറത്തുകളുടെ എണ്ണം എത്ര? ഉത്തരം 84. ചോദ്യം. മദനിയായ സൂറത്തുകളുടെ എണ്ണം എത്ര? ഉത്തരം 29. ചോദ്യം. ഖുർആനിലെ ഹിസ്ബുകൾ എത്ര? ഉത്തരം 60. ചോദ്യം. ഖുർആനിലെ റുബുകൾ എത്ര? ഉത്തരം 240. ചോദ്യം. ഒന്നാം ആകാശത്തിൽ ഖുർആൻ സൂക്ഷിക്കുന്ന സ്ഥലം. ഉത്തരം ബൈത്തുൽ ഇസ്സ. ചോദ്യം. മദീനയിൽ വെച്ച് ആദ്യം ഇറങ്ങിയ സൂറ. ഉത്തരം വൈലുൽ ലിൽ മുത്തഫിഫീൻ. ചോദ്യം. മദീനയിൽ വെച്ച് അവസാനം ഇറങ്ങിയ സൂറ. ഉത്തരം സൂറത്തു തൗബ. ചോദ്യം. ആയത്തുകളുടെ എണ്ണമനുസരിച്ച് ഖുർആനിലെ ഏറ്റവും വലിയ റുബു ഏത്? ഉത്തരം അമ്മ ജുസ് മുതൽ തുടങ്ങുന്ന റുബു 86 ആയത്തുകൾ. ചോദ്യം. ഉസ്മാനി മുസ്ഹഫിൽ ഉപയോഗിച്ച എഴുത്തുരീതി. ഉത്തരം കൂഫി. ചോദ്യം. അറബികളുടെ വകഭേദങ്ങളിൽ ആരുടെ ഭാഷ അനുസരിച്ചാണ് ഖുർആൻ അവതരിച്ചത്? ഉത്തരം ഖുറൈശികളുടെ. ചോദ്യം. സ്വാഭിപ്രായമനുസരിച്ച് ഖുർആൻ വ്യാഖ്യാനം ചമക്കുന്നവർ. ഉത്തരം മുബ്തദിഅ.